ലെബനനും ഇസ്രയേലുമായുണ്ടായ വെടിനിർത്തൽ കരാറ് 10 ദിവസത്തേക്ക്. ആ കരാറ് പ്രാബല്യത്തിലുള്ള സമയം ഇത്രയും. ഹോർമോസ് കടലിടുക്ക് യാതൊരു ഉപാധികളുമില്ലാതെ അത് ഇടാം എന്ന് സമ്മതിച്ചതായിരുന്നു ഇറാൻ. അങ്ങനെ ഒരു ദിവസത്തോളം, ഒരു ദിവസം മുഴുവനായിട്ടില്ല, ഒരു ദിവസത്തോളം അവർ തുറക്കുകയും ചെയ്തു. കപ്പലുകളൊക്കെ യഥേഷ്ടം കടന്നുപോയി. പക്ഷേ അപ്പോഴാണ് നമുക്ക് ട്രംപിന് വീണ്ടും ബുദ്ധി ഉദിക്കുന്നത്. അയാൾക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് അയാളുടെ മാനസിക നില പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. പറഞ്ഞ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ എല്ലാത്തിനും സമ്മതിച്ചിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ല. അവർ തുറന്നിടുന്നെന്ന് പറഞ്ഞവരാണ്. ബുദ്ധിമുട്ടിട്ടും അവരുണ്ടാക്കത്തില്ല, ഇനി മേലാൽ തടയത്തില്ല. അവിടെ തടഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങളെല്ലാം നോക്കും. പിന്നെ ഇറാൻ്റെ ഈ ജലത്തിലുള്ള സമുദ്രത്തിലെ ഉപരോധം ഇറാനെ ഏർപ്പെടുത്തും. കാരണം ഇറാൻ്റെ കപ്പലുകളൊന്നും എങ്ങും പോകാൻ ഒക്കത്തില്ല. ഇയാളല്ലേ തീരുമാനിക്കേണ്ടത്, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇറാന് ഉപരോധം ഏർപ്പെടുത്തും. ഒരു കപ്പലുകളും ഇറാൻ്റെ കപ്പലുകളൊന്നും സമുദ്രത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ആ രീതിയായി. പിന്നെ കപ്പൽ ആകാശത്തൂടെ ഓടിക്കാൻ പറ്റുമോ? കരയിൽ കൂടെ ആകാശത്തൂടെയും പോകാൻ ഒക്കത്തില്ലല്ലോ കപ്പലിന്. സമുദ്രത്തിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ ഞങ്ങൾ തടയും. ശരി. ഇറാനിത് നോക്കിയിരിക്കുകയാണ്. അവർ സാധാരണ ഉള്ള ഒരു രാജ്യക്കാരെ പോലല്ല അവർ പെരുമാറുന്നത്. അവർക്ക് അമേരിക്ക ഒന്നും അവർക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞത് ഇറാൻ്റെ എല്ലാ ആണവോർജ പരിപാടികളും നിർത്തണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതെല്ലാം അങ്ങ് സമ്മതിച്ചേക്കുകയാണെന്നാണ് ഇറാൻ. അങ്ങനെ അതിന് കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തകളെ ഇങ്ങനെ ചെയ്തുകളെ എന്ന് പറഞ്ഞു. അവർ ചെയ്ത പണി എന്തെന്നറിയോ? അവരുടെ കപ്പലിനെ തടയുന്നു. അവർ ചെയ്ത പണി ഇറാൻ ഹോർമൂസ് അങ്ങ് അടച്ച് ഒരു കപ്പലും പോകണമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കപ്പൽ തന്നെ വരെ 2 കപ്പലിന് നേരെ വരെ വെടിയുതിർത്തു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയായിട്ട് അവരെ കൺഫ്രണ്ടേഷന് നിൽക്കുന്നതല്ല. പക്ഷേ ആ ഇന്ത്യൻ കപ്പലുകളെപ്പോലും ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായി. ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ട്രംപിൻ്റെ അവിവേകമാണ്. ആ ട്രംപ് നടത്തുന്ന പ്രസ്താവനകളുണ്ടല്ലോ, വിളിച്ച് കുരയ്ക്കുന്നത്. ഇയാൾക്ക് നിന്ന് കുരച്ചാൽ മതി. അയാൾക്ക് വേറെ പ്രത്യേകിച്ച് ബന്ധപ്പെടുന്നില്ല. അമേരിക്കൻ ജനതയ്ക്കാണ് നഷ്ടമുള്ളത്, ലോക ജനതയ്ക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. താഴ്ന്നു പോയ ക്രൂഡ് ഓയിലിൻ്റെ വില, അതായത് ഹോർമൂസ് തുറന്നു എന്ന പ്രഖ്യാപനം വന്നുടനെ $109 ബാരലിന് ഉള്ള ബെൻറ്റ് ക്രൂഡ് ഓയിലിൻ്റെ വില നേരെ 89 താന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ക്രൂഡ് ഓയിലിൻ്റെ വില, US ക്രൂഡിൻ്റെ വില നേരെ $83 താഴ്ന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രഖ്യാപനം അങ്ങോട്ട് ഇപ്പോൾ ഇറാൻ ഇത് അടച്ചപ്പോഴോ ഹോർമൂസ് അടച്ചു. ഒരു കപ്പലും അതിലൊന്നും പോകാൻ പറ്റത്തില്ല. ഒരു കപ്പലിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഈ കപ്പലെന്ന് പറയുന്നത് നമ്മുടെ ടെറിട്ടറിയാണ്. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് വഹിക്കുന്ന കപ്പലെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ, ഏത് സമുദ്രത്തിൽ എവിടെ ആയാലും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം കടലിലൂടെ പോകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ് കാര്യം. അങ്ങനെയുള്ള ഇന്ത്യയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യൻ കപ്പലിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ആ കടുങ്കൈ വരെ ഇറാൻ ചെയ്യാൻ കാരണം എല്ലാം ഈ ട്രംപിൻ്റെ വാചക കസരത്താണ്. ഇയാളെ നിന്ന് വിളിച്ച് പുറമ്പല്ലേ, ഇയാളെ വിശ്വസിച്ച് എങ്ങനെ അവർ കരാറിൽ ഏർപ്പെടുന്നത്? എന്നിട്ട് ഇനി ഉടനെ കരാർ തുടങ്ങുന്നു, ചർച്ച തുടങ്ങുന്നു, ബുദ്ധിമുട്ട് തുടങ്ങുന്നു, ഇനി ബുദ്ധിമുട്ടൊക്കെ മാറ്റും എന്നുള്ള രീതിയിലായി. അപ്പോൾ എന്തായാലും അയാൾ വിചാരിച്ചപ്പോൾ ഇവരെ കൊണ്ട് വീണ്ടും ഇത് അടപ്പിച്ചു. ഇതാണ് പ്രശ്നം. ഈ കടലിടുക്കുണ്ടല്ലോ, ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളൊക്കെ ആക്രമിക്കാൻ ഇറാന് വളരെ എളുപ്പമാണ്. 2-3 രീതിയിൽ. ഒന്ന്, അവരുടെ സ്പീഡ് ബോട്ടുകളുണ്ട്, ആ തോക്കടിപ്പിച്ച ബോട്ടുകൾ, യന്ത്രത്തോക്ക് ഘടിപ്പിച്ചാണ്, അത് കൊണ്ടുവന്ന് അവർ ആക്രമിക്കാം. രണ്ടാമത്, കാരണം എങ്ങോട്ടും പോകാൻ ഒക്കത്തില്ല. ഒരു പാത വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ, ഗതാഗത യോഗ്യമായിട്ടുള്ള പാതയെന്ന് പറയുന്ന ഭാഗം. ഏതാണ്ട് 2-3 കിലോമീറ്റർ, അതിൽ കൂടുതൽ വരികയില്ല, വീതി വരും, അതേ ഉള്ളൂ. ഇതിൻ്റെ 2 വശങ്ങളിലും വലിയ ഉയർന്ന കുന്നുകളാണ്, പാറക്കെട്ടുകളാണ് ഉള്ളത്. അതിൻ്റെ മേളിൽ നിന്ന്, അത് ഇറാൻ്റെ ആണ്, അത് ഇതിനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ കപ്പലിനെന്ന് പറയുന്നത് നമ്മൾ ഓടിപ്പോകുന്ന പോലെ പോകാനൊന്നും ഒക്കത്തില്ല. അതിനൊരു സ്പീഡുണ്ട്. ആ സ്പീഡിനല്ല കപ്പലിന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഇറാൻ ഇത് അടയ്ക്കും എന്ന് പറഞ്ഞാൽ
അത് അവരെ അടച്ചിരിക്കും. ഇനി അത് മാത്രമോ, അവർക്ക് കപ്പം കൊടുക്കേണ്ടതുകൊണ്ട് കപ്പം എന്ന് പറയുന്നത് എന്താണ്? അവർ ചുങ്കം ഏർപ്പെടുത്തുകയാണ്. ഇനി അമേരിക്കയ്ക്ക് ട്രംപിന് കണ്ട രാജ്യങ്ങളുടെ മുകളിലൊക്കെ ചുങ്കം ഏർപ്പെടുത്താൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഞങ്ങളുടെ ഇതിലെ കൂടെ പോകുന്ന അത് കാശ് തന്നിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ പിടിച്ചു നിർത്തി വാങ്ങിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനൊക്കും? കൊടുത്തേ മാർഗമുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് പോവുകയാണ്. ഈ നാശം മുഴുവൻ വരുത്തി വെച്ചത് ട്രംപാണ്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 28 തുടങ്ങിയ ആക്രമണമാണ്. ഒരു കാര്യവുമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇറാനെ കയറി അടിച്ചു. ആയത്തുള്ള അലി ഖൊമേനിയെയും അയാളുടെ കുടുംബത്തെയൊക്കെ വധിച്ചു. അവശേഷിച്ചത് ഒരു രണ്ടാമത്തെ മകനാണ് മുസ്തഫ ഖൊമേനി, ഇപ്പോഴത്തെ അവിടുത്തെ പരമോന്നത നേതാവ്. അയാൾക്ക് പരിക്കേറ്റുന്നു. അയാൾ കൊല്ലപ്പെട്ടെന്നൊക്കെ നേരത്തെ അങ്ങ് പറഞ്ഞു. പക്ഷേ അയാൾ ടി വിയിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു അയാൾ കൊല്ലപ്പെട്ടില്ല, ഭയങ്കരമായിട്ട് മുറിവ് ഇട്ടിട്ടുണ്ടെന്ന്. എന്തോ ഏറ്റാലും ഏറ്റില്ലെങ്കിലും ശരി, ഇനി അയാൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ശരി, ഇറാൻ തന്നെയാണ്. അവരുടെ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അവർ പ്രതികരിക്കും. അവർക്ക് ഈ ട്രംപിനെ ഒന്നും അവർക്ക് പേടിയില്ല, അവർ നോക്കിയിരിക്കും ഇനി. അപ്പോൾ ഇനി ഒരു രണ്ടാമത് ഞങ്ങളൊരു യുദ്ധത്തിന് തുടങ്ങും, അവിടെ കൊണ്ടുവന്ന് ബോംബിടും എന്നൊക്കെ പറഞ്ഞേക്കുക. ബോംബിടാൻ പോകുന്നത് വളരെ അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഒട്ടും നല്ലതല്ല. ട്രംപിനെ പ്രകോപിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ഇവർ. കാരണം ട്രംപിനെ ആർക്കും പ്രകോപിപ്പിക്കാം, എന്ത് ചെയ്യാം, തന്നെത്താൻ അയാൾ എന്താ പറയുന്നതെന്ന് ഇപ്പോൾ പറയുന്നതല്ല 5 മിനിറ്റ് കഴിഞ്ഞ് പറയുന്നത്. ഇവിടുന്ന് ചുങ്കം പിരിച്ചെടുത്ത് ഇവിടുന്ന് ഫീസ് ഏർപ്പെടുത്തി അത് പിരിച്ച് എടുത്തിട്ട് ഈ ഇറാൻ്റെ നവീകരണത്തിന്, ഇറാൻ്റെ ഈ ഉണ്ടായ നഷ്ടം നികത്തുന്നതിനൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പൈസ പിരിക്കാൻ പാടില്ല എന്ന്. അയാൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പിരിച്ച് അവർ നഷ്ടം നികത്തണമെന്നൊക്കെയാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റി മുഴുവൻ. അതാ ഞാൻ പറഞ്ഞു, ഇന്ന് പറയുന്നതല്ല, ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇങ്ങനെ ലോകത്തിനൊരു നേതാവുണ്ടായതേ എന്ത് അപകടകരമായ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഈ ശരിയായ മനോനിലയില്ലാത്ത ഒരാൾ ഒരു നാടിനെ ഭരിക്കാൻ, നാടിന് മാത്രമല്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്രയും പ്രബലമായ രാജ്യമല്ലേ, യഥാർത്ഥത്തിൽ ലോകത്തിനെ തന്നെ ഒരു പകുതി വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു രാജ്യമാണ്. അവർക്കൊക്കെ ഇതുപോലൊരു നേതാവുണ്ടായി പോകുക എന്ന് പറഞ്ഞത് അമേരിക്കൻ ജനതയെ അവരെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു അവരുടെ കാര്യത്തിൽ. കാരണം ഇങ്ങനെയുള്ള ഒരാളെ ഇത് തിരഞ്ഞെടുത്ത് വിട്ടത്. നിങ്ങൾ ആരെ ആയിക്കോളൂ, ഏത് വാഴപ്പെട്ടി വേണമെങ്കിലും എടുത്തോളൂ, ശല്യം ചെയ്തില്ലല്ലോ. നേരെ മറിച്ച് ഇതുപോലുള്ള ഒരാളെ, ഈ അക്രമകാരിയായിട്ടുള്ള ഒരാളെ ഇതുപോലെ എലക്ട് ചെയ്യുകയാണ്. ഇനി ഇത് മാത്രമോ, ഇയാൾക്ക് വെനസ്വേല പിടിച്ചു, ഇനിയിപ്പം ഇവിടുത്തെ തീരുമല്ലോ, ഇനി അവിടുത്തെ പ്രസിഡൻ്റ് ആവണമെന്ന് ആഗ്രഹം. കാരണം ഇവിടെ അമേരിക്കയിൽ 2 ടേമിൽ കൂടുതൽ ഒരാൾക്ക് ഇരിക്കാൻ ഒക്കത്തില്ല പ്രസിഡൻ്റായിട്ട്. ഇതിപ്പോൾ സെക്കൻഡ് ടേം ആണല്ലോ. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിരീടം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ വെനസ്വേലയിലെ പ്രസിഡൻ്റ് ആകാൻ ഇരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നു, ഒരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, ഇറാൻ്റെ പരമോന്നത നേതാവാൻ തയ്യാറാന്ന് കേട്ടോ, ഉണ്ടായിരുന്നു. ഇനി അവർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഇയാളെ അവിടെ കയറ്റത്തില്ല. കാരണം അവർക്ക് ബോധമുണ്ട് വെനസ്വേലയിലൊക്കെ അവർ പാവങ്ങളാണ്. ഇനി അടുത്ത് ക്യൂബ പിടിക്കാൻ പോവുകയാണ്. കാരണം അവിടെ ഒക്കെ പാവങ്ങളാണ്, പാവപ്പെട്ട രാജ്യമാണ്, ഒന്നുമില്ല അവിടെ. അവർക്ക് ഒരുപാട് വിരോധങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം അവിടെ ഒന്നുമില്ല, വളരെ കഷ്ടപ്പാടാണ്, പട്ടിണിയാണ്. അപ്പോൾ ആ രാജ്യം പിടിക്കാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്. വേറെ ഒരു വലിയ ദ്വീപ് പിടിച്ചെടുക്കാനായിട്ടൊരു ശ്രമം നടത്തി. അത് ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ളതാണ്, അവരത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അത് തരുന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ പരാതി. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എവിടെയൊക്കെ എണ്ണയുണ്ടോ അവിടെ എല്ലാം വേണം. ഇറാനിൽ എണ്ണയുള്ളതാണ് ഇയാളുടെ പ്രശ്നം. എണ്ണയുള്ളിടം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലാവും. അപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ ക്രൂഡ് ഏതാണ്ട് 60 ലക്ഷം ബാരൽ ഈ ക്രൂഡ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് ആ രാജ്യത്തിന്. അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതെന്താണെന്നറിയോ, വെനസ്വേലയിൽ നിന്നുള്ളതാണല്ലോ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എണ്ണ. അതൊക്കെ ഇങ്ങോട്ട് പമ്പ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കാം. ഇനി ഇതുപോലുള്ള പാവപ്പെട്ട രാജ്യങ്ങളുണ്ട്, അവരെല്ലാം പിടിച്ചടക്കാനും ഒക്കെ ആയിരുന്നു ഉദ്ദേശം. പക്ഷേ ഇനി അമേരിക്കൻ ജനത ഇത് കണ്ടുകൊണ്ട് നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധം വരും. കാരണം ഈ കടലിടക്ക് തുറക്കാതിരിക്കുന്നത്, അങ്ങനെ അടയ്ക്കാനുള്ള ഇട ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ട്രംപ് മാത്രമാണ്, മറ്റാരുമല്ല. ട്രംപും നേതന്യാഹുവും കൂടെ കാണിച്ച വിവരക്കേടും വൃത്തികേടുകളുമാണ് ഇതിൻ്റെ കാരണം. ഏതായാലും ശരി, നമുക്ക് ഇത് ഇനി ഏതെങ്കിലും വിധത്തിൽ ഒരു നല്ല രീതിയിലൊന്ന് ഒതുങ്ങും എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ ഒക്കെ പ്രാർത്ഥിക്കാം.
കാരണം പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നിടത്തോളം കാലം നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായിക്കും, ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ നമ്മുടെ ഹോട്ടലുകൾ അടഞ്ഞു കിടക്കും, ഹോസ്റ്റലുകൾ അടഞ്ഞു കിടക്കും, ഒരുപാട് പേര് കഷ്ടപ്പെടും. ആ രീതിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ.